ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സെനസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാനിവിടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കുട്ടികളൊക്കെ സ്നാക്കോ സ്വീറ്റോ ഒക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഞാനിവിടെ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതേ വലുപ്പത്തിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കൂടുതൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിരിക്കും. നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ നമുക്ക് ഈ സ്നാക്കിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു 2 കപ്പോളം അവിലാണ്. ഞാനിവിടെ ഏകദേശം 2 കപ്പോളം അവിലെടുത്തിട്ടുണ്ട്. 2 നേന്ത്രപ്പഴത്തിലേക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അത് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത്. ഞാനിവിടെ ബ്രൗൺ അവലാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് വെച്ചാൽ അത് വെച്ച് റെഡിയാക്കി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അവിലൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അവിലും നേന്ത്രപ്പഴമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അവിലൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ പൊടി ഇല്ലാത്തതുകൊണ്ട് 2 ഏലക്കായ ഈ സമയത്ത് ഈ അവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവലൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ചൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ആയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിടാം. നല്ല പോലെ പൊടിഞ്ഞ് വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇതാ അവിലൊക്കെ ഏകദേശമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്കൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അവിലൊക്കെ വറുത്തെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമ്മൾ അറുക്കാത്ത 1 കപ്പ് അവിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ അവിലൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും. അത്രയും മതി. അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. കൂടുതൽ സമയം കിട്ടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പൊടിഞ്ഞു പോകും. നമ്മൾ ഈ വറുക്കാത്ത അവൽ ചേർത്ത് കൊടുത്തത് ജസ്റ്റ് നമുക്ക് കടിക്കാനൊക്കെ കിട്ടുന്ന രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ അവലൊക്കെ ഇവിടെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. നെയ്യൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വാടി വരും. അതുപോലെ നല്ല പഴുത്തിട്ടുള്ള പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വരും. ഈ സ്നാക്ക് നമ്മളിവിടെ സ്റ്റീം ചെയ്തെടുക്കുക അല്ലെങ്കിൽ എണ്ണയിലിട്ട് മുക്കി പൊരിക്കുക ഒന്നും ചെയ്യണില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്വീറ്റ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ പഴമൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ തവിയൊക്കെ വെച്ച് ഇതുപോലെ ഉടച്ചെടുക്കാൻ പരുവത്തിനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ അത്യാവശ്യം നല്ല പോലെ തന്നെ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. പഴവും തേങ്ങയൊക്കെ നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമുക്ക് ഉടച്ചെടുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിന് നല്ല പോലെ തന്നെ പഴമൊക്കെ വാടി വന്നിട്ട് ഇതുപോലെ ഒരു തവി വെച്ച് ഇങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയുള്ള പണികളൊക്കെ വളരെ ഈസി ആയിരിക്കും.
ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നോർമൽ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ പഴമൊക്കെ നല്ല പോലെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ശർക്കര 1 കപ്പ് വെള്ളം ചേർത്ത് നല്ല പോലെ തന്നെ ഉരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള അവൽ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഒഴിച്ച ഉടനെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ തന്നെ അവലും തേങ്ങയും പഴമൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. നട്ട്സ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചൊക്കെ പൊടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആവും. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ടാണ് ഈ സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാ പഴവും മാവിലും ഒക്കെ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിടണം. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൂടാറി വരും. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ചൂടാറി വരാൻ വേണ്ടിയിട്ടാണ്. പഴത്തിൻ്റെ അവലിൻ്റെ ഒക്കെ മിക്സ് നല്ല പോലെ ചൂടാറി വന്നതിന് ശേഷം നമുക്ക് കൈ വെച്ച് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതാകുമ്പോൾ കുട്ടികൾക്ക് കാണാനും അവർക്ക് കഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെടും. ഈ സ്നാക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമുക്ക് കൂടുതൽ ജോലിയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേന്ത്രപ്പഴം അവലൊക്കെ നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാനിതിവിടെ വെറുത്ത എള്ളിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. എള്ള് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് അതിലിട്ടൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുത്താലും മതി. അപ്പോഴും കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എന്തൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.